ഭക്തി നിർഭരവും ശരണഘോഷ മുഖരിതവുമായ അന്തരീക്ഷത്തിൽ റാസൽ ഖൈമയിൽ അയ്യപ്പ മഹോത്സവം ആഘോഷിച്ചു. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുത്തത്. മഹോത്സവം ഭക്തജനങ്ങൾക്ക് ഭഗവത് സാമീപ്യത്തിന്റെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ശരണം വിളികളോടെ അയ്യപ്പ ഭക്തർ ഒത്തുചേർന്നപ്പോൾ റാസൽ ഖൈമ മറ്റൊരു പൂങ്കാവനമായി മാറി. റാസൽ ഖൈമ അയ്യപ്പ ധർമ്മ സംരക്ഷണ ആധ്യാത്മിക സമിതിയാണ് മഹോത്സവം സംഘടിപ്പിച്ചത്. മാലയിട്ട് വ്രതമെടുത്ത് അയ്യനെ കാണാൻ പോവാനാവാത്ത സങ്കടമെല്ലാം പ്രവാസികൾ ശരണം വിളികളും ഭജനയും പാടി ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. റാക്ക് എക്സ്പോ സെന്ററിൽ നടന്ന അയ്യപ്പ മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, നായാട്ടുവിളി, പേട്ടതുള്ളൽ, ഭക്തിഗാന സുധ, പഞ്ചവാദ്യം, സോപാന സംഗീതം, അഷ്ടപതി തുടങ്ങിയവ നടന്നു. അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി ആധ്യാത്മിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇവിടെ അയ്യപ്പ മഹോത്സവം നടക്കുന്നത്. കഴിഞ്ഞ വർഷം DPS സ്കൂളിലായിരുന്നു. ഇന്ന് റാസൽഖൈമയിലെ ഏറ്റവും വലിയ വേദിയായ എക്സ്പോ സെന്ററിലാണ് നടക്കുന്നത്. രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ചു. കൊടിയേറ്റ് നടന്നു, വിഗ്രഹ പ്രതിഷ്ഠ നടന്നു, അതിനുശേഷം ഉഷപൂജ നടന്നു, അതിനുശേഷം ബാലഭാരതിയിലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഭജനുണ്ടായിരുന്നു, അതിനുശേഷം പ്രതീകാത്മകമായിട്ട് നായാട്ടുവിളി, പേട്ടതുള്ളൽ കഴിഞ്ഞു. ഒപ്പം തന്നെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം. ശബരിമലയിലും ഗുരുവായൂരും മേൽശാന്തിയായിരുന്ന അനുഗ്രഹീതനായിട്ടുള്ള അദ്ദേഹമാണ് ഈ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. മുൻ ശബരിമല ഗുരുവായൂർ മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി മുഖ്യ ആചാര്യനായിരുന്നു. മഹോത്സവത്തിൽ പങ്കുകൊള്ളാൻ പുലർച്ചെ മുതൽ എല്ലാ എമിറേറ്റുകളിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരിക്കലും നമുക്ക് സന്ദർശിക്കാൻ കഴിയാത്ത ഒരു നമ്മുടെ സ്വപ്നവും കൂടിയാണ് അയ്യപ്പനെ ദർശിക്കാനുള്ളൊരു അവസരം. നമുക്ക് എല്ലാവിധ പൂജകളിലും പങ്കെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ മാതൃസമിതി കൂട്ടായ്മയും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും എല്ലാവിധ പൂജകളും നമുക്ക് പങ്കുകൊണ്ട് തന്നെ വളരെ വിപുലമായിട്ടും വളരെ ഭക്തിസന്ധമായ അന്തരീക്ഷത്തിലും നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന അയ്യപ്പ മഹോത്സവത്തിൽ ഞങ്ങൾ കൂട്ടായ്മയോടെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളൊരു വലിയൊരു ഭാഗ്യമാണ്. പുലർച്ചെ ആരംഭിച്ച ഉത്സവ പരിപാടികൾ വൈകിട്ട് വരെ നീണ്ടു നിന്നു. അയ്യനെ കണ്ടതിന്റെ സംതൃപ്തിയിലാണ് ഓരോ ഭക്തരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.